എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓറിയോ ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് മിനി ഓറിയോ ചീസ് കേക്കാണ്. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പ്രിങ്ങിൻ്റെ പാനൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ 4 ചീസ് കേക്ക്സാണ് ഉണ്ടാക്കുന്നത്. 4 പാത്രത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സിലിക്കണിൻ്റെ മോൾഡും പിന്നെ ഒരു ഗ്ലാസ്സിലുമാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ 4 എണ്ണത്തിൻ്റെ അളവാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിൻ്റെ ബേസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ഓറിയോ ബിസ്ക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്രീം സഹിതം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ജലറ്റിൻ ഒന്ന് ഉരുക്കിയെടുക്കണം. ഈ ജലറ്റിൻ ഓപ്ഷണലാണ്. നിങ്ങളുടെ ചീസ് കേക്ക് നല്ല സ്റ്റിഫായിട്ടിരിക്കണമെങ്കിൽ മാത്രം നിങ്ങൾ ജലറ്റിൻ ചേർത്ത് കൊടുക്കുക. അതായത് സിലിക്കൺ മോൾഡൊക്കെ ആണെങ്കിൽ. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ജലറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ജലറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ജലറ്റിനിലേക്ക് ഇനി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 100 ml തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ജലറ്റിൻ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പൊടിച്ചെടുത്തിരിക്കുന്നതിലേക്ക് നമ്മൾ 1-2 ടീസ്പൂൺ ഉരുക്കിയ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ അധികം വേണ്ടി വരില്ല, കാരണം നമ്മൾ ക്രീം സഹിതമാണ് ഈ ഓറിയോ ബിസ്ക്കറ്റ്സ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഈ രീതിയിലുള്ള 3 മോൾഡും പിന്നെ ഇതുപോലെ ഒരു ഗ്ലാസ്സുമാണ്. അപ്പോൾ ഈ കപ്പ് കേക്കിൻ്റെ മോൾഡ് എന്ന് പറയുന്നത് സിലിക്കണാണ്. അപ്പോൾ സിലിക്കൺ ആകുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് സെറ്റായി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനവിടെ ജലറ്റിൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓരോ ചീസ് കേക്ക്സ് കയ്യിലില്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ്സോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂണ് വെച്ചിട്ടോ ഒരു ചെറിയ കുപ്പി വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറിയോ ചീസ് കേക്കിൻ്റെ ബേസ്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന ജലറ്റിൻ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ജലറ്റിന് പകരം നിങ്ങൾക്ക് ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ജലറ്റിൻ ഇനിയൊരു 30 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജലറ്റിൻ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. മൈക്രോവേവ് ചെയ്യാൻ പറ്റാത്തവർ ഇതൊരു തിളയ്ക്കുന്ന പാത്രത്തിൻ്റെ വെള്ളമുള്ള പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉരുക്കിയെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട ക്രീമൊക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ക്രീം ചീസിൻ്റെ കേക്കാണ്. അപ്പോൾ ക്രീം ചീസ് വേണം. ഇത് ഫിലാഡൽഫിയ ക്രീം ചീസാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം ക്രീം ചീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഇനി ഓറിയോ ബിസ്ക്കറ്റ്സ് ചേർക്കും. അപ്പോൾ മധുരം കുറച്ച് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്, അതായത് ഹെവി ക്രീം. ഇവിടെ ഞാൻ 36% ഫാറ്റുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു 200 ml അല്ലെങ്കിൽ 150 ml ഇത്ര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 150 ml ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊരു 1 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയായിട്ട് വരും.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ചീസും ഫ്രഷ് ക്രീമും ഒക്കെ ഉള്ള മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരുപാടങ്ങ് പൊടിച്ചതല്ല, ഇടയ്ക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ്സ് കടിക്കാനായിട്ട് കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പഞ്ചസാര കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. മധുരം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ജെലറ്റിൻ കൂടി ചേർക്കുകയാണ്. നമ്മൾ ക്രീമൊക്കെ ഉണ്ടാക്കുമ്പം അത് പെട്ടെന്ന് ഉരുക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അതിലേക്ക് ജെലറ്റിൻ ഇതുപോലെ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് സ്റ്റിഫായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും ഫില്ല് ചെയ്തിട്ട് സ്പാറ്റില വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മൾ ഫ്രീസറിലല്ല വെക്കുന്നത്, നോർമൽ ഫ്രിഡ്ജിലാണ്. നിങ്ങൾക്കിത് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാം ഫ്രിഡ്ജിലേക്കാണ് ഞാനിപ്പോൾ വെക്കുന്നത്. ഇപ്പോൾ ജെലറ്റിൻ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്ക് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പൈപ്പ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഓറിയോ ബിസ്ക്കറ്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാകും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വലിയ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ചീസ് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ക്രീം ചീസിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും ഒക്കെ ടേസ്റ്റ് കൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ക്രീം ചീസൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അതിൻ്റെ വീഡിയോയും കണ്ടു നോക്കൂ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ചീസ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. Thank you.